ശ്രീ സന്തോഷ് കുമാർ, ബീഹാറിൽ ഈ വോട്ട് ചോരി നിങ്ങൾ ഒരു ആയുധമാക്കിയിട്ടേ ഇല്ല എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. പ്രതിപക്ഷത്തെ മറ്റ് സഖ്യകക്ഷികൾ ആരും തന്നെ, ഇന്ത്യ മുന്നിലെ മറ്റുള്ളവരാരും തന്നെ അത് ആയുധമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. കൃത്യമായ തെളിവുകൾ സഹിതം, അത് ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകളാണെന്ന് പല തവണ ഇത് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നുണ്ട്. തെളിവുകളാണ് പുറത്തേക്ക് വിടുന്നത്, സ്വയമേവ ഉണ്ടാക്കിയതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ തെളിവുകൾ. അപ്പോൾ അതിൽ കെ സുരേന്ദ്രൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് കോടതിയിൽ പോയിക്കൂടെ? മറ്റൊരു കാര്യം, പരാതിപ്പെടാൻ സമയമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂന്നിനും കൂടി മറുപടി. ഞാൻ ഒരു യാത്രയായതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇതുപോലെ വളരെ ഗൗരവപ്പെട്ട ഒരു പ്രാധാന്യമുള്ള വിഷയം, അതില് പ്രമുഖരായ ആളുകൾ തന്നെ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഞാനും കൂടെ ഫോണിലാണെങ്കിലും ചേരാമെന്ന് സമ്മതിച്ചത്. പിന്നെ എന്നെ വിളിക്കാൻ കാണിച്ച ഒരു മര്യാദക്ക് ഞാൻ നന്ദിയും പറയുന്നു. ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വോട്ട് ചോരി യാത്രയാണ് ബീഹാറിൽ പ്രതിപക്ഷത്തിന്റെ, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച കാര്യം തന്നെ. അങ്ങനെയാണ് അലയൻസ് അതായത് വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി ചോർ ഗദ്ദി ചോർ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ആ യാത്രയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം കുറിച്ച യാത്ര എന്ന് പറയുന്നത്. അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് തേജസ്വി യാദവിനെ ഉയർത്തി കാണിക്കുന്ന പ്രചരണത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഈ മഹാഗഡ്ബന്ധൻ എന്ന് വിളിക്കുന്ന സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് പ്രചരണമാക്കിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അറിയുന്നതാണ്, മലയാളികൾ ഈ കാര്യത്തിൽ കൂടുതൽ ബോധവാന്മാരാണ്. ഒരു കൊല്ലം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ 50 ലക്ഷത്തോളം വോട്ടിന്റെ കുറവ് ഇപ്പോൾ ഉണ്ട്. മഹാരാഷ്ട്രയിൽ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതിനേക്കാൾ 50 ലക്ഷത്തിന്റെ കൂടുതലാണ് ഉണ്ടായത്. അപ്പൊ ഈ പ്രതിഭാസം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇതാണ് ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് പ്രചരണ ആയുധാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് എന്നതാണ്. അതേസമയം ബാക്കിയുള്ള വോട്ടർമാരെയാണല്ലോ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റ് വിഷയങ്ങളിലേക്ക്, വോട്ടർമാരെ അഡ്രസ് ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് അത് പോകുന്നു എന്ന് മാത്രം. പിന്നെ ഉന്നയിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളില് ഒന്ന്, എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല എന്നുള്ളതാണ്. കോടതിയിൽ പോകുന്നില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കോടതിയിൽ പോകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് അത് കാത്തിരുന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഉന്നയിക്കപ്പെട്ട പ്രശ്നം. ഇപ്പൊ ബൂത്തിൽ ഉള്ള ഏജന്റന്മാര്, അല്ലെങ്കിൽ അതിനു മുൻപ് ഈ കാര്യങ്ങളിൽ തല്ലാനും മറ്റും ഇടപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, അവരൊക്കെ ഇതിനകത്ത് ഇടപെട്ടുമുള്ളതാണ് ചോദ്യം. ഞാനൊരു വാദത്തിന് വേണ്ടി അതില്ല എന്ന് വെച്ചോ, എന്തെങ്കിലും കാരണവശാൽ ഇലക്ഷൻ സംവിധാനം, അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ പോരായ്മ കൊണ്ടോ പരാജയം കൊണ്ടോ വീഴ്ച കൊണ്ടോ ആയിക്കോട്ടെ, പക്ഷെ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഒരിക്കലും ചെറുതാവുന്നില്ലല്ലോ. ബ്രസീലിയൻ യുവതിയുടെ ഈ ഫോട്ടോ വെച്ചുകൊണ്ടുണ്ടാക്കിയ വോട്ട് ഉൾപ്പെടെ എല്ലാം പോട്ടെ, എന്തുകൊണ്ടാണ്, ആരാണ് യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ CCTV ദൃശ്യങ്ങൾ, അതിന്റെ വീഡിയോ ഫൂട്ടേജ് കൊടുക്കാത്തത്? ഇലക്ഷൻ കമ്മീഷനോട് പലതവണ ചോദിച്ചല്ലോ, ബാക്കിയെല്ലാം നിങ്ങൾ നിർത്തുക, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കൊടുത്തുകൂടാ? ഈ പല പേരിലായി ഒരേ ആൾ തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു, അത് തെളിയിക്കുന്നു. അപ്പൊ അത് തെറ്റാണ്, ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, ആരാണ് വോട്ട് ചെയ്തത് എന്ന് കാണിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ഫൂട്ടേജ് വിട്ടുവിടാമെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. പിന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ 3 തവണ ഉന്നയിക്കുമ്പോഴും ഈ പ്രശ്നത്തിന് കൃത്യമായ ഒരു ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല. ഇലക്ഷൻ കമ്മീഷനേക്കാൾ എത്രയോ വ്യഗ്രത BJP നേതാക്കന്മാർക്കാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, എത്രയോ വ്യഗ്രത. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ വീണെടുത്ത് കിടന്ന് ഉരുളുന്നു എന്ന് നമുക്ക് പലതവണയും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എത്ര സന്ദർഭങ്ങളിലാണത്? അപ്പൊ അതുകൊണ്ട് അതിന് ഉത്തരം പറയാതെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാനിപ്പോ പറയുന്നത് ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ, ഇപ്പൊ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ എന്റേതായ ഉത്തരവാദിത്വം ഓരോ ഘട്ടത്തിലും നിറവേറ്റേണ്ടതുണ്ട്, പാർട്ടി ഉത്തരവാദിത്വം. അത് നിറവേറ്റാൻ ചിലപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ഞാൻ വേണമെങ്കിൽ വാദത്തിന് സമ്മതിക്കാം. പക്ഷെ ഇത്ര 25 ലക്ഷത്തോളം വ്യാജ വോട്ടർമാരുടെ എന്നുള്ളതിന്റെ പല കണക്കും അവതരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെ മറ്റു രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ വീണ്ടും ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പപ്പു ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണമാണ് ബീഹാറിൽ ഈ BJP നേതാക്കന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും രാമക്ഷേത്രം കൊണ്ടുവരുന്നു. അപ്പൊ ഇത് നമ്മുടെ ജനാധിപത്യത്തെ ബാധിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒന്നും വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇലക്ഷൻ കമ്മീഷനെയാണ് രാഹുൽ ഗാന്ധി പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇലക്ഷൻ കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്, സഖ്യകക്ഷിയാകുന്നു എന്നുള്ളതാണ്. ഞാൻ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. കമ്മീഷൻ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിച്ചത് നമ്മൾ കണ്ടല്ലോ. സുപ്രീം കോടതിയുടെ വിധിയെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു ആയുധമാക്കി മാറ്റപ്പെട്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും കണ്ടു. ഇത് പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് കമ്മീഷനെ കുറിച്ചാണ്, കമ്മീഷനെ കുറിച്ചല്ല. മുഖ്യ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതുകൊണ്ട്
ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. BJP നേതാക്കന്മാര് ഇങ്ങനെ ന്യായീകരിച്ചത് കൊണ്ടൊന്നും അത് അവസാനിക്കാൻ പോകുന്നില്ല. അത് ഇന്ത്യ ഏറ്റെടുക്കും. ഇത് ഇവിടെ പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട് ശ്രീ സന്തോഷ്. ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പിലും ബീഹാറിലും ഇത് ആവർത്തിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ പരാജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം എന്നൊരു മറുവാദം കൂടി BJP പറയുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ടും പരാജയം ഉറപ്പിച്ചു എന്നൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ മഹാഗഠബന്ധൻ നല്ലതുപോലെ മുന്നോട്ട് പോകണം. അത് നമ്മുടെ വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പരാജയം ഉറപ്പിച്ചത് കൊണ്ടാണ് രാമക്ഷേത്രവും വീണ്ടും ഒസാമ ബിൻ ലാദനൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയ ജനുവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുപോട്ടെ, പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. 50 ലക്ഷത്തോളം വോട്ടർമാർ വെട്ടിമാറ്റപ്പെട്ടതിലെ 2024 നിന്ന്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ BJP എംപിമാർ രാജിവെക്കുമോ? JD എംപിമാർ രാജിവെക്കും? അവർക്കാണല്ലോ ഇപ്പോൾ ലോക്സഭയിൽ ഇവിടുന്ന് ഭൂരിപക്ഷം ഉള്ളത്, കൂടുതലായിട്ട് എംപിമാരെ കിട്ടിയിരിക്കുന്നത്. ആ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ വാദത്തിന് വേണ്ടി ഉന്നയിക്കുകയാണെന്ന് ചോദിച്ചാൽ ഈ വ്യാജ വോട്ടർമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പ്രക്രിയയിലാണ് അവർ ജയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവരങ്ങ് രാജിവെച്ചിട്ട് പോവുമോ? ഒരു ധാർമ്മികത തെളിയിക്കാൻ വേണ്ടി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഭാഗമായി ഞങ്ങൾ എലക്ട് ചെയ്യപ്പെട്ടത് ശരിയല്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ വാദങ്ങളൊന്നും പരസ്പരം ഉന്നയിച്ചിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം വളരെ ശരിയാണ്. അത് മുൻകാലങ്ങളിൽ നേതാക്കന്മാർ അങ്ങനെ ഉന്നയിച്ചതല്ല. നമ്മൾ ബൂത്ത് ക്യാപ്ചറിംഗ് ഒരു ഘട്ടത്തിൽ കണ്ടു, പണത്തിന്റെ സ്വാധീനം കണ്ടു. EVM-ന്റെ ടാമ്പറിംഗ് എന്ന് പറയുന്നത് യശ്വന്ത് സിൻഹയുടെ മകൻ എഴുതിയ ലേഖനാണ്. BJP MP ആയിരുന്ന ജയന്ത് സിൻഹ, ഞാൻ ശ്രീ സുരേന്ദ്രൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ജയന്ത് സിൻഹ എന്ന് പറയുന്ന യശ്വന്ത് സിൻഹയുടെ മകൻ, അദ്ദേഹം BJP-യുടെ MP ആയിരുന്നു കഴിഞ്ഞതിന്റെ മുമ്പിൽ തവണ. അദ്ദേഹം എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് AI ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷനെ സ്വാധീനിക്കാൻ കഴിയും, എങ്ങനെയാണ് വോട്ടിംഗ് യന്ത്രങ്ങളെ EVM-നെ ടാമ്പർ ചെയ്യാൻ പറ്റുക നമ്മൾ. അപ്പൊ ആ ഭാഗമൊക്കെ ഇരിക്കട്ടെ. നമ്മൾ ഈ ഉന്നയിക്കപ്പെട്ട പ്രശ്നം ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഒരു പുതിയ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ വളരെ ഗൗരവത്തിൽ അഡ്രസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. അതിന് വല്ലാത്ത മറ്റു ന്യായങ്ങളൊന്നും പറഞ്ഞിട്ട് പോകേണ്ട കാര്യം. Debate with Smriti Parithikar.